രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് രാമൻ വനത്തിലേക്ക് പോയതിനെ തുടർന്ന് അയോധ്യാവാസികളുടെയും പിതാവായ ദശരഥൻ്റെയും ദുഃഖത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയായിരുന്നു ഒന്ന് രണ്ട് സർഗങ്ങളിലായിക്കൊണ്ട്. ഇനി അടുത്തതായിട്ട് വർണ്ണിക്കുന്നത് കൗസല്യയുടെ ആ ദുഃഖത്തിൻ്റെ ഒരവസ്ഥ ദശരഥൻ്റെ കാണിച്ചു. അച്ഛനായ ദശരഥൻ്റെ കാണിക്കുകയാണ് അടുത്ത സർഗത്തിൽ. തുടർന്ന് സുമിത്ര കൗസല്യയെ ആശ്വസിപ്പിക്കുന്നതും. സുമിത്രയുടെ മകനാണ് ലക്ഷ്മണൻ, അദ്ദേഹം പോയിട്ടുണ്ട് കാട്ടിലേക്ക്. ഒരു ദുഃഖമുള്ള ആൾ മറ്റൊരാളെ ദുഃഖത്തിൽ നിന്ന് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം ഏതായാലും തതസ്സമീക്ഷയനേ സന്നം ശോകേന പാർത്ഥിവം കൗസല്യ പുത്രശോകാർത്ത തമുവാച മഹീപതിം. ദശരഥൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒന്നും കണ്ണുകൊണ്ട് കാണാൻ പോലും വയ്യ. കണ്ണിലിരുട്ട് കയറുക എന്ന് പറയൂല കൗസല്യെ. മുന്നിൽ നിൽക്കുന്ന നിന്നെ അടക്കം പുത്രദുഃഖത്താൽ ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ നമുക്ക് കാണൂല്ല, കേൾക്കൂല്ല. ഒരാൾ പറയണത് ശ്രദ്ധിക്കാനുള്ള മനോഭാവം കൂടി ഉണ്ടാവില്ലയോ. അപ്പം അത്തരം ഒരവസ്ഥയായതുകൊണ്ട് നിന്നെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ദശരഥൻ കൗസല്യയോട് പറഞ്ഞത്. അപ്പോൾ ആ കൗസല്യ പറയണം, എനിക്കും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും നമ്മൾ തമ്മിൽ ഇക്കാര്യത്തിലില്ല. ഞാൻ അമ്മയാണെങ്കിൽ അങ്ങ് അച്ഛനാണ്, അങ്ങ് അച്ഛനാണെങ്കിൽ ഞാൻ അമ്മയല്ലേ. എങ്ങനെയാണ് ഈ ദുഃഖം നമ്മൾ സഹിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് അത്രേ ശരിക്കും അച്ഛനും അമ്മയും പുത്രന്മാരും തമ്മിൽ ആ ഒരു ബന്ധം എന്നാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ രക്തബന്ധമില്ല സത്യത്തിൽ. പെലയില്ല, പെലബന്ധം പോലും ഇല്ല. ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് വിലയില്ല, ഭാര്യ മരിച്ച ഭർത്താവിന് വിലയില്ല. അപ്പോൾ സത്യത്തിൽ ആ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടാക്കി കൂട്ടുന്ന ബന്ധം തന്നെ ഉള്ളൂ എന്നാണ് പറയണത്. മകനുമായിട്ട് അങ്ങനെയല്ല, അത് രക്തബന്ധമുണ്ട് അച്ഛന് ഇല്ലേ. അതേ സമയത്ത് അമ്മയ്ക്ക് പ്രസവിച്ച ബന്ധവും ഉണ്ട്. രണ്ടും അടിയുറച്ച ബന്ധങ്ങളാണ്. ആരും എങ്ങനെ അതിനെ ഡൈവോഴ്സ് ചെയ്താലും പോവാത്ത ബന്ധമാണ്. ഭാര്യാഭർത്താക്കന്മാർ ഡൈവോഴ്സ് ചെയ്താൽ ബന്ധം പോവും, പുത്രനുമായിട്ടുള്ള ബന്ധം പോവുമോ? അതുകൊണ്ടാണ് ഡൈവേഴ്സ് കുറയ്ക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. പുത്രന്മാർക്ക് വേറെ അച്ഛൻ ഉണ്ടാവില്ല, ഒറ്റ അച്ഛൻ തന്നെ ഉള്ളൂ, ഒറ്റ അമ്മയേ ഉള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു ബന്ധം എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് കൗസല്യ പറഞ്ഞു. ആ കൈകേയി ഇനി ഉറയൂരിയ പാമ്പ് പോലെ എന്ന് ഇവിടെ ഒരു ഉദാഹരണം കാവ്യത്തിൽ പറയും. നിർമുക് ദേവഹി പന്നകി. ഈ പാമ്പിന് ആ പഴയ തോല് ഏതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞ് കയറിയിട്ട് ആ പടം പൊഴിക്കുക എന്ന് പറയും. ഓരോരുത്തരും ഓരോ ഭാഷയാണ്. ചിലർ ഉറ ഊരുക, വള ഊരിക്കളയുക എന്ന് പറയും. നമ്മളൊക്കെ ഇവിടെ വള ഊരുക, പാമ്പിൻ്റെ വള എന്ന് പറയുക. അപ്പോൾ ആ വള ഊരിയാൽ ആ പാമ്പിനൊരു പ്രത്യേക ഉത്സാഹവും ഒരു മിന്നലൊക്കെ ഉണ്ടാവും. അത്രേ ഒരു ഉത്സാഹം ഉണ്ടാവും എന്നാ പറയണം. ആ ഉറ ഊരിയാണ്ട് കളഞ്ഞാൽ, പഴയത് കളഞ്ഞാൽ അതേപോലെ ആ കൈകേയി നല്ലപോലെ സന്തോഷിക്കട്ടെ. ഏറ്റവും ധർമ്മിഷ്ഠനും സദ്ഗുണങ്ങളുടെ വിളനിലവുമായ രാമനെ നാട് കടത്തി ക്രൂരസർപ്പത്തെ പോലെ അവൾ വിഹരിക്കട്ടെ. എന്നാലും എന്തിനു വേണ്ടി നമ്മുടെ പുത്രനെ കാട്ടിലേക്ക് അയച്ചു? എത്ര ചെറിയ സ്ഥാനം കൊടുത്താലും രാമൻ നാട്ടിൽ നിൽക്കായിരുന്നില്ലേ നല്ലത്? ഭരതൻ ഭരിച്ചോട്ടെ. എന്തിനു വേണ്ടി നമ്മുടെ പുത്രനെ കാട്ടിലേക്ക് അയച്ചു ഈ ദുഷ്ടത്തി എന്ന് ചോദിക്കുകയാണ്. ഈ കൈകേയിയുടെ ദുഷ്ടഭരണം ഈശ്വര നമ്മൾക്കിനി കാണണ്ടേ? പാതയിത്വാത് കൈകേയ്യ രാമം സ്ഥാനത്യതേഷ്ടത പ്രവിദ്ധോ രാക്ഷസാംബക പർവണി വാഹിതാഗ്നിന. സ്വേച്ഛയാൽ തൻ്റെ സ്വന്തം കടുംപിടുത്തം കൊണ്ട് രാമനെ സ്ഥാനഭ്രഷ്ടമാക്കിയിട്ട് കാട്ടിലേക്ക് അയച്ചു. ഇനി ആ ഒരു
ഭരണം നമ്മൾ കാണണ്ടേ എന്ന് ചോദിക്കുന്നത്. ദുഷ്ടഭരണം നമ്മൾ അനുഭവിക്കേണ്ടേ? ആ രാമൻ ഇപ്പോൾ കാട്ടിലെത്തിയിട്ടുണ്ടാവും. കുറേയിലോ പോയിട്ട് അതിവേഗമുള്ള കുതിരകൾ വഹിച്ചു കൊണ്ടുപോയിട്ട് ആ രാമനെ കാട്ടിൽ കൊണ്ടാക്കി. വനത്തിൽ എന്തായിരിക്കും നമ്മുടെ മകനുള്ള ഗതി ഉണ്ടാവുക? പട്ടുമെത്തയിൽ കിടന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞുകൂടേണ്ടതായിട്ടുള്ള നമ്മുടെ കുട്ടി ഈശ്വര കാട്ടിൽ കിട്ടുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കിടക്കുന്നത് എങ്ങനെ നമ്മൾ ഓർത്ത് സഹിക്കും? ഈശ്വര 14 കൊല്ലമാണത്രേ പറഞ്ഞിരിക്കുന്നത്. ആ പത്നിയായിരിക്കുന്ന സീതയോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി നമ്മുടെ നാട്ടിൽ വന്ന് എപ്പോഴാണ് നമ്മളിനി കാണുക? ഈ ഭൂമിയെ ഒന്ന് വേഗം തിരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ 14 കൊല്ലം ഒന്ന് വേഗം കൂട്ടാമായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ തോന്നിയവർക്ക് വല്ല വഴിയുണ്ടോ? അതിന് മാത്രം മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാനിൻ്റെ സ്പീഡ് കൂട്ടണ പോലെ 14 കൊല്ലം വേഗമാക്കിക്കളയെന്ന് വെച്ചാൽ വഴിയുണ്ടോ? ഒരു മാറ്റവും ഇല്ലാണ്ടിരിക്കുന്ന ഒന്ന് പ്രകൃതിയാണ്. അത് അങ്ങനെ തന്നെയല്ലേ പോവുള്ളൂ എന്ന് തോന്നി കൗസല്യക്ക്. ഈശ്വര എപ്പോഴാണ് 14 കൊല്ലം കഴിയുക? 14 കൊല്ലം കഴിയുമ്പോൾ തന്നെയല്ലേ 14 കൊല്ലം കഴിയുള്ളൂ. തോണിയുടെ ഉള്ളിൽ കിടന്ന് പാഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാ ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി കണക്കിന് 365 ദിവസം പ്ലസ് × 14 ആവണം. എന്നാലല്ലേ 14 കൊല്ലം. ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ദിവസം ഉണ്ടോ? പോണു. കൊടിക്കൂറകളാൽ അലങ്കൃതമായി മുഖരിതമായിരിക്കുന്ന അയോധ്യ നമ്മൾ എന്ന് കാണും? അപ്പം അതൊക്കെ പോയിരിക്കുന്നു. കൊടിയൊന്നുമില്ല, ആഘോഷമില്ല, ആഹ്ലാദമില്ല, ഉത്സവമില്ല, വാദ്യമില്ല, സംഗീതമില്ല, കച്ചവടം പോലുമില്ല. ഒരാൾക്കും ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിൽ ഉത്സാഹവുമില്ല. ഇത് മാറി. പതാകകളൊക്കെ പൊന്തി ഉത്സവഘോഷ മേളം ആയിട്ടുള്ള ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുന്നതായിട്ടുള്ള ആ അയോധ്യയെ ഈശ്വര എങ്ങനെയാണ് എപ്പോഴാണ് നമ്മൾ കാണുക? വനത്തിൽ വന്നു ചേർന്നതായിട്ടുള്ള ആ വീരന്മാരായിട്ടുള്ള ആ ലക്ഷ്മണന്മാരെ നമ്മൾ എന്നാണ് ഇനി കാണുക? എന്തൊക്കെ തരത്തിലായാലും ആ 14 കൊല്ലം കഴിഞ്ഞുകൂടാൻ വളരെ വിഷമം തന്നെ എന്ന് പറയുകയാണ്. അങ്ങനെ രാമലക്ഷ്മണന്മാരുടെ നേർക്ക് പുഷ്പവൃഷ്ടി ചെയ്ത് മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളും കയ്യിൽ ആയുധങ്ങളും ധരിച്ചതായിരിക്കുന്ന ലക്ഷ്മണന്മാരെ നമ്മൾ എന്നാണ് കാണാൻ പോകുന്നത്? സന്തുഷ്ടരായിട്ടുള്ള ആ രാമലക്ഷ്മണന്മാർ ധാരാളം പഴങ്ങളും മറ്റ് വസ്തുക്കളും എല്ലാം ദാനം ചെയ്യുന്നത് എന്നാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വളരെ ജ്ഞാനം കൊണ്ട് ശരിക്കും പറയാച്ച വൃദ്ധനാണ്. ഈ വൃദ്ധത്വം ജ്ഞാനം കൊണ്ടുമുണ്ട്, വയസ്സുകൊണ്ടുമുണ്ട്, ധനം കൊണ്ട് 2-3 തരത്തിൽ പറയും വൃദ്ധൻ എന്ന് പറഞ്ഞാൽ. ജ്ഞാനവൃദ്ധൻ, വയോവൃദ്ധൻ ഇല്ലേ? അതുപോലെ ധനം കൊണ്ട് വൃദ്ധിയുള്ളവൻ, അവരും ഒരു വൃദ്ധനാണെന്നാണ്. അപ്പോൾ അവിടെ ജ്ഞാനത്തിൽ വൃദ്ധനാണ് രാമൻ, പ്രായത്തിൽ യുവാവും ജ്ഞാനത്തിൽ വൃദ്ധനും ആയിരിക്കുന്ന ആ മക്കളെ എന്നാണ് ഞാൻ കാണുക? കൗസല്യ പറയണം, കഴിഞ്ഞ ജന്മത്തിൽ ഘോരമായ പാപം തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുട്ടിയെ അപഹരിക്കുകയോ അല്ലെങ്കിൽ മുലപ്പാൽ കൊടുക്കുന്നതിൽ നിന്ന് തടയുക, അത് മഹാപാപത്തിൽ. ഒരു കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുക. ആ അമ്മയെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ചിരിക്കും. അങ്ങനെയുള്ള ഘോര പാപം കാരണമാണ് ഈ ദുഃഖം എനിക്ക് വന്നു ചേർന്നത്. ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഏകപുത്രാവിനാപുത്രം അഹം ജീവിതമുത്സഹേ. ഏകപുത്രനായിരിക്കുന്ന രാമൻ, ഒറ്റ പുത്രനേ ഉള്ളൂ. ശരിക്കും കൗസല്യയുടെ പുത്രൻ രാമനേ ഉള്ളൂ. ആ പുത്രനെ വിട്ട് എനിക്ക് ജീവിതം ഉണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏത് പ്രകാരത്തിലാണോ ഘോരമായിരിക്കുന്ന വേനൽ, വേനൽക്കാലത്തെ കാര്യം പറയണ്ടല്ലേ, ആ മഴ എത്രയോ ഭേദാ അല്ലേ? ശക്തമായിട്ട് ആ ചൂടിങ്ങനെ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും വേനൽ തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം അല്ലേ? അതാണ് വേനലിനെ വർണ്ണിക്കുമ്പോൾ പറയുക, അതിപ്രേയ ശരീരിണം, ജീവജാലങ്ങൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത വേനൽക്കാലം വന്നു ചേർന്നു. ഋതുവർണ്ണനത്തിൽ പറയും. അതുപോലെ ഞാൻ ദുഃഖിക്കുകയാണ്. ഏത് പ്രകാരത്തിൽ കടുത്ത സൂര്യ ആതപം ഏറ്റ് വളരെയധികം വരണ്ട് ഉഷ്ണം അനുഭവിക്കുമ്പോൾ ഉണ്ടാവുമോ അതേ ദുഃഖം ഞാൻ അനുഭവിക്കുകയാണ് എന്ന് കൗസല്യ ദശരഥനോട് പറഞ്ഞു. ദശരഥൻ കൗസല്യോട് പറഞ്ഞു. ഈ സുമിത്ര അവരെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പറയും തുല്യ ദുഃഖിതരായിട്ട് മദ്ദളത്തിനോട് പറയുക, മദ്ദളം മുരലിനോട് പറയുക.
രണ്ട് ദുഃഖങ്ങളും കൂടി ചേർന്നാൽ എന്തോ സുഖമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് പറയണത്. സത്യത്തിൽ അതുണ്ടോ? രണ്ട് ദുഃഖം കൂടി കൂടിയാൽ ദുഃഖം തന്നെ കൂടുകയുള്ളൂ. അതല്ല പറയേണ്ടത്. ഒരാൾ മറ്റയാളെ ആശ്വസിപ്പിക്കണം. ഞാനും ദുഃഖിതനാണ്, നീയും ദുഃഖിതനാണ്, ഇനി ഒരാൾ വന്നാൽ അയാളും ദുഃഖിതനാണ്. പിന്നെന്താ ഇതിനൊരർത്ഥമുള്ളത്? ഒരാൾ തിരിച്ചു വേണ്ടേ? എന്നാൽ മാത്രമേ തുല്യ ദുഃഖിതരായിട്ട് കാണുമ്പോൾ ആർക്കാ മനസ്സുറപ്പുള്ളത് വെച്ചാൽ അവർ മറ്റൊരാളെ സമാധാനിപ്പിക്കണം. വിലബന്ധിം തഥാതാം ദുഃഖൗസല്യാം പ്രമദോത്തമം ഇതം ധർമ്മേ സ്ഥിതാധർമ്മ്യം സുമിത്രാവാക്യമബ്രവീത്. ലക്ഷ്മണൻ്റെ മാതാവായിരിക്കുന്ന സുമിത്ര കൗസല്യയെ ആശ്വസിപ്പിക്കുകയാണ്. ഹേ കൗസല്യെ, ഇപ്രകാരം ഒരിക്കലും ദുഃഖിക്കരുത്. ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? വല്ല പ്രയോജനമുണ്ടോ? കാര്യങ്ങൾ അതുവഴിക്ക് നടക്കും. ഭഗവാൻ 14 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ കരഞ്ഞിട്ട് കാര്യമില്ല. അതിലത്തെ നല്ല വശങ്ങൾ നോക്കിയിട്ട് സന്തോഷിക്കാനും അഭിമാനിക്കാനും നിനക്ക് ശ്രമിച്ചുകൂടെ? നിൻ്റെ പുത്രൻ എന്തിനാണ് കാട്ടിലേക്ക് പോയത്? എന്തെങ്കിലും തെറ്റ് ചെയ്ത് അച്ഛൻ നാട് കടത്തി ആൾക്കാരെ അടിച്ചോടിക്കുക അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ സത്യം പാലിക്കാനായിക്കൊണ്ട് മാന്യമായ മാതൃക കാണിച്ച് ഈ ലോകം ഉള്ളിടത്തോളം കാലം രാമനെയും രാമൻ്റെ കഥയും ജനങ്ങൾ വാഴ്ത്തും. ഒരത്ഭുതമാണ് ശരിക്കും പറയാച്ചാൽ. എപ്പോഴും ഓരോ വർഷവും കഴിയുന്തോറും അതിൻ്റെ പ്രാധാന്യം കുറയുന്നേ ഇല്ല. ഇതിങ്ങനെ കൂടി വരികയുള്ളൂ. അത് നിനക്ക് അഭിമാനിച്ചൂടെ? രാമൻ ഇപ്പോൾ ഇവിടെ നേരെ പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവായാൽ രാമനെ ഈ ലോകം അത്രമാത്രം ഓർക്കുമോ? എന്തായാലും ഇപ്പോൾ ഓർക്കണ പോലെയുള്ള കീർത്തി രാമന് കിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി രാജ്യത്തെ പുല്ലുപോലെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള രാമൻ എന്ന് എത്ര ആളുകൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പറയുക? ഉത്തമനായിട്ടുള്ള നിൻ്റെ പുത്രൻ്റെ ആ ധർമാനുഷ്ഠാനം ഓർത്ത് നിനക്ക് സമാധാനിച്ചുകൂടെ കൗസല്യേ? ദയാശീലനാവുക, ശുദ്ധനാവുക. ആ രാമൻ്റെ കൂടെ കാട്ടിൽ എന്തിനും ഏതിനും തയ്യാറായിട്ട് എൻ്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനുണ്ട്. ഒരു അപകടവും രാമന് വരില്ല. ലക്ഷ്മണൻ അമ്പും വില്ലും വേണ്ടി ഉറക്കം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഏട്ടനെ അവിടെ നോക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ വനവാസമൊന്നും നമുക്ക് പ്രശ്നമാവണ പോലെ രാമന് പ്രശ്നമല്ല എന്ന് ഓർത്ത് നമ്മൾ സമാധാനിക്കല്ലാണ്ട് ഇപ്പം എന്താണ് ചെയ്യുക? സീതയ്ക്ക് ആ വനദുഃഖങ്ങളെക്കുറിച്ച് അറിയാതെ അല്ല പോയത്. ഒക്കെ സീതയ്ക്കും അറിയാം. അതുകൊണ്ട് സീതയെ അതൊക്കെ സഹിക്കും. അപ്രതീക്ഷിതമായിട്ട് വരുമ്പോഴല്ലേ പ്രശ്നമോ അല്ലെങ്കിൽ ആഘാതമോ ഉണ്ടാവുള്ളൂ. വനവാസത്തെക്കുറിച്ച് രാമൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സീതയ്ക്ക്. അപ്പം അതിനെ അറിഞ്ഞിട്ടാണ് സീത പോയിരിക്കുന്നത്, അറിയാതെയല്ല. അതുകൊണ്ട് അവരൊക്കെ കഴിച്ചു കൂട്ടിക്കോളും. 14 കൊല്ലം നമ്മൾ ക്ഷമിക്കാണ്ട് യാതൊരു നിവൃത്തിയും ഇല്ല. ആ രാമനെ സൂര്യൻ അവിടെ ചൂട് ഏൽപ്പിക്കില്ല. ആ മന്ദമായിട്ടുള്ള വായു രാമനെ തഴുകും, തണുപ്പേകും ചൂടുള്ളോടത്ത്. ആ തണുപ്പുള്ളതായ കാറ്റ് മന്ദമാരുതൻ വീശി ആശ്വസിപ്പിച്ചു. നിലാവ് രാമന് ആശ്വാസം നൽകും. പ്രകൃതി പോലും ആ രാമൻ്റെ കൂടെ നിൽക്കും. അസുരനായിരിക്കുന്ന സുബാഹുവിനെ, രാക്ഷസനായിരിക്കുന്ന സുബാഹുവിനെ പതിച്ച ആളല്ലേ ആ ഭഗവാൻ. അധികം കുട്ടിക്കാലത്ത് തന്നെ അതുണ്ടായിരിക്കണമല്ലോ. ഇവിടുന്ന് പോണതിൻ്റെ മുമ്പേണ് സുബാഹുവിനെ വധിച്ചത്. മാരീചനെ കടലിലേക്ക് എറിഞ്ഞത്. മാരീചനെ കൊന്നിട്ടില്ല. നിർഭയനായി ആ രാമൻ കാട്ടിൽ വസിച്ചുകൊള്ളും. 14 ലോകം വിജയപ്രദമായിട്ട് പൂർത്തിയാക്കും. ആ രാമൻ്റെ ധർമ്മബോധം കൊണ്ട് ഈ ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കും. യേഷു പദമാസാദ്യ വിനാശം യാന്തി ശത്രവ. ഏതൊരു ഭഗവാന്റെ അസ്ത്രം പോകുന്നിടത്ത് ശത്രുക്കളുടെ പൊടി പോലും ഉണ്ടാവില്ല. ആ രാമനാണ് കൗസല്യേ നിൻ്റെ പുത്രൻ. രാമൻ്റെ അസ്ത്രമുള്ളിടത്ത് ഒരു ശത്രു ഉണ്ടാവില്ല, നിൽക്കാൻ കഴിയില്ല ശത്രുവിന്. കഥന്ന പൃഥിവീ തസ്യ ശാസനേ താതുമർഹതി. അതുകൊണ്ട് അവൻ്റെ കീഴിൽ ഈ ലോകം മുഴുവനും ആയിത്തീരും. ചെറിയൊരു കാലതാമസം മാത്രമേ ഇതിലിടയ്ക്ക് വരാനുള്ളൂ. ബാക്കി ഒന്നും കൊണ്ടും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വിജയശ്രീലാളിതനായിട്ട് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ച് തിരികെ വരും. ആ രാമൻ സൂര്യന് സൂര്യനും അഗ്നിക്ക് അഗ്നിയുമാണ് എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് അഗ്നിയുടെ ഗുണം കൊടുക്കുന്ന ആളാണ്. സൂര്യനെ സൂര്യനാക്കുന്ന ആളാണ് രാമൻ. ക്ഷമയ്ക്ക് ക്ഷമയാണ്, ക്ഷമയ്ക്കും കൂടി ക്ഷമയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. കീർത്തിക്ക് കീർത്തിയാണ് രാമൻ. കീർത്തിക്കും കീർത്തിയായ, ശ്രീക്കും ശ്രീയായ
സൂര്യന് സൂര്യനായ, അഗ്നിക്ക് അഗ്നിയായ, ക്ഷമയ്ക്ക് ക്ഷമയായ ആ രാമനെക്കുറിച്ച് എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുമോ? ഒരപായവും സംഭവിക്കില്ല. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സീത ശരിക്കും ലക്ഷ്മിയാണ്. ഇത്രയും ലക്ഷ്മി സമാനയായിട്ടുള്ള ഒരു സ്ത്രീയല്ലേ മകൻ്റെ പത്നിയായിട്ട് നിനക്ക് കിട്ടിയത്? ഒരാപത്തും തീർച്ചയായിട്ടും വരില്ല. ആ സീത നിഴലുപോലെ ഭർത്താവിനെ പിന്തുടരുന്നു. ഒരിക്കലും ഭർത്താവിൻ്റെ ഒരു നിലയ്ക്കും ഭർത്താവിനെ അപമാനിക്കുകയോ താഴ്ന്നു കാണുകയോ ചെയ്യാത്തതായിട്ടുള്ള സീത ഉള്ളിടത്തോളം രാമന് ഒരബദ്ധവും വരില്ല. അസ്ത്രം ധരിച്ച ലക്ഷ്മണകുമാരൻ കൂടെയുണ്ട്. ഏത് ശത്രുക്കളിൽ നിന്നും രാമനെ രക്ഷിക്കാൻ ആ ലക്ഷ്മണൻ മതി, ധാരാളം മതിയായിട്ടുള്ളവനാണ്. അതിനുള്ള തയ്യാറെടുപ്പും എൻ്റെ പുത്രനായ ലക്ഷ്മണനുണ്ട്. അതുകൊണ്ട് കൗസല്യേ, ശോകമോഹങ്ങളെ നീ ത്യജിക്കൂ. പ്രകാരം ദുഃഖിച്ച് വല്ല രോഗങ്ങളോ മാനസിക പ്രശ്നങ്ങളോ വരുത്തരുത്. ഒക്കെ ആശ്വസിക്കൂ എന്ന് പറയാണ്. അതുകൊണ്ട് ആ പുത്രനെ ഉദയചന്ദ്രനെ പോലെ നീ കാണും. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ എത്രത്തോളം തേജസ്സുണ്ടോ അതേപോലെ തേജസ്സോട് കൂടിയിട്ട് 14 കൊല്ലത്തിന് ശേഷം രാമനെ ഭവതി കാണും. അതോടുകൂടിയിട്ട് ആനന്ദമായിട്ടുള്ള കണ്ണീര്, ഇപ്പം ദുഃഖ കണ്ണീരല്ലേ വരണം, ഇതിന് പകരം ആനന്ദാശ്രു പൊഴിക്കാനായിട്ട് നിനക്ക് സാധിക്കും. വരാനിരിക്കുന്ന ആ നല്ല കാലത്തെ ഓർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് ചെറുതായിട്ടൊരു കാലഘട്ടത്തെക്കുറിച്ച് ഇത്രയധികം ദുഃഖിക്കുന്നത്? രാമനൊന്നും സംഭവിക്കില്ല. ഭൂമിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ, കാലവിരിക്കും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് ആശ്വസിക്കൂ. അത്തരമൊരു ദുഃഖമാണ് വന്നതെങ്കിലോ അപ്പോൾ നമുക്കൊരിക്കലും പിന്നീട് ആശ്വസിക്കാൻ പറ്റില്ല. അതൊന്നും നിനക്ക് വരുത്തിയിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു കാലയളവ്, ആ സുഖദുഃഖങ്ങൾ ഏതൊരാൾക്കാ ലോകത്തിൽ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരേപോലെ എപ്പോഴും കൂട്ടത്തിൽ വാഴും എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ചിലപ്പോൾ പിരിയും, ചിലപ്പോൾ കാണും, കുറച്ച് ദീർഘകാലം തിരിഞ്ഞിരിക്കേണ്ടി വരും. ഇതൊക്കെ ലോകത്തിൽ സാധാരണയല്ലേ എന്ന് ചോദിക്കുകയാണ്. സീതാനോടും ലക്ഷ്മണനോടും കൂടി ചേർന്ന് ആ മൂന്നാളെ തീർച്ചയായിട്ടും നിനക്ക് കാണാനായിട്ട് സാധിക്കും. അധൈര്യത്തെ കളയൂ, ധൈര്യം അവലംബിക്കൂ എന്ന് പറയാണ്. ഏറ്റവും ധാർമ്മികനായിട്ടുള്ള ആ പുത്രനെക്കുറിച്ച് നിനക്ക് അഭിമാനിക്കാം. വന്ന് നിൻ്റെ കാല് പിടിച്ച കാക്കൽ വീണ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ രംഗത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചുകൂടെ നിനക്ക്? ആനന്ദാശ്രുക്കൾ നിൻ്റെ കണ്ണിൽ നിന്ന് പൊഴിയുകയും ചെയ്യും. ആശ്വാസയന്തി വിവിധേച്ഛ വാക്യോപചാരേ കുശലാനവദ്യ. ഒരാൾ നമ്മളോട് ദുഃഖം പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ ദുഃഖം അങ്ങോട്ട് ഇരട്ടി പറയുകയല്ല വേണ്ടത്. അവരെ സമാധാനിപ്പിക്കുക. ഏത് വശങ്ങൾ പറഞ്ഞാലാണ് സമാധാനം ഉണ്ടാവുക വെച്ചാൽ അങ്ങനത്തെ വാക്കുകൾ ആലോചിച്ച് പറയുക. നമ്മുടെ ദുഃഖം അങ്ങോട്ടും പറയുക, അതല്ല വേണ്ടത് എന്നൊരു തത്വം നമ്മളിവിടെ പഠിക്കണം. ഇങ്ങോട്ട് ഒരാൾ ദുഃഖം പറഞ്ഞു വെച്ചാൽ നമ്മൾ ആശ്വാസവാക്കുകൾ പറയുക എന്നല്ലാണ്ട് അതിലേറെ ദുഃഖത്തിലാണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? അതല്ല വേണ്ടത് എന്നൊരു കാര്യം. ആശ്വാസയന്തി വിവിധേശ്ച വാക്യോപചാരേ കുശലാനവദ്യ. നല്ല വാക്കുകൾ പ്രയോഗിക്കാൻ കുശലം കാണിക്കുന്ന സുമിത്ര കൗസല്യ പ്രകാരം ആശ്വസിപ്പിച്ചു. രാമസ്യ താം മാതരമേവ മുക്ത്വാ ദേവീ സുമിത്ര വിരരാമ രാമ. രാമ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീ എന്നുണ്ട് കേട്ടോ അർത്ഥം. സ്ത്രീ ആയിരിക്കണം സുമിത്ര. അവിടെ വിരമിച്ചു, പറഞ്ഞ തൽക്കാലം അവസാനിപ്പിച്ചു. നിശമ്യത ലക്ഷ്മണമാതൃവാക്യം രാമസ്യ മാതുർ നരദേവപത്നിയാ സദ്യശരീരേ വിനനാശോക ശരൽഗതോ മേഘ ഇവാൽപതോയ. ആ വാക്കിൻ്റെ ഫലമാണ് അവസാന ശ്ലോകത്തിൽ പറഞ്ഞത്. ലക്ഷ്മണ മാതാവായിരിക്കുന്ന സുമിത്രയുടെ വാക്കുകൾ കേട്ട് രാമമാതാവായിരിക്കുന്ന കൗസല്യയ്ക്ക് ഏത് പ്രകാരം നീരൊഴിഞ്ഞ ശരൽക്കാല മേഘം പോലെ, ശരൽക്കാല മേഘം തെളിയും അല്ലേ, മേഘങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വെള്ള മേഘങ്ങളാവും. വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട്, പെയ്യാൻ വേണ്ടി നിൽക്കുന്ന മേഘം കറുപ്പാവും. അതെല്ലാം അങ്ങോട്ട് ഒഴിഞ്ഞാലോ വെള്ള മേഘങ്ങളായി. അപ്പം ഇതേപോലെ നീരൊഴിഞ്ഞ മേഘം പോലെ വെളുത്ത മേഘമായിട്ട് അങ്ങോട്ട് മാറിയതുപോലെ ദുഃഖഛായയിലുള്ളതായിരിക്കുന്ന കൗസല്യ എല്ലാ ശോകവും വിട്ട് ആശ്വാസിപ്പിച്ചതാണ് വാക്കിൻ്റെ ഒരു ശക്തി. വാക്കുകൊണ്ട് ഒരാളെ നിരുത്സാഹപ്പെടുത്താനും നമുക്ക് പറ്റും, കൂടുതൽ ഉത്സാഹം കൊടുക്കാനും രണ്ടും വാക്ക് മതി.
അല്ലേ? നീ ഒന്ന് നേരെയാവില്ല എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സ് കെടും ഇല്ലേ? ഒക്കെ നേരെ വന്നാൽ സാരമില്ല, ഉഷാറായിട്ട് പോ. ഒരാൾ ജോലിക്ക് പോകാൻ ഇൻ്റർവ്യൂവിന് അത് കിട്ടും നിനക്ക്, എനിക്ക് അങ്ങനെ തോന്നണം, എൻ്റെ മനസ്സ് അങ്ങനെ പറയണു, ധൈര്യമായിട്ട് പോക്കോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ടതും കൂടി നമ്മുടെ ഒരു കടമയാണ്. ജീവിതത്തിൽ ഒരാൾ വിഷമിച്ചാൽ മറ്റൊരാൾ അതേപോലെ ഇരട്ടി വിഷമം അങ്ങോട്ട് പറയുകയല്ല വേണ്ടത് എന്നുള്ള ആ ഒരു തത്വം കാണിച്ചു. സുമിത്ര ദുഃഖിതയാണ് ശരിക്ക്, ലക്ഷ്മണൻ പോയതാണ് അല്ലേ? പക്ഷെ ആ ലക്ഷ്മണൻ പോയതുകൊണ്ടുള്ള നല്ല വശങ്ങളാണ് സുമിത്ര ചിന്തിച്ചത്. അതുകൊണ്ട് കുറച്ചൊരു ദുഃഖക്കുറവുണ്ടായിരുന്നു, ദുഃഖമില്ലായണ്ടല്ല. അങ്ങനെ കൗസല്യയെ ആശ്വസിപ്പിച്ചു, കുറച്ച് മനസ്സിനൊരു ഉത്സാഹം കൊടുത്തു എന്നും പറഞ്ഞ് ആ സർഗ്ഗമാണ് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് പൗരന്മാർ തമ്മിൽ കൂടി ആലോചിച്ച് രാമനെ നോക്കി അന്വേഷിച്ച് പോവുകയാണ് കാട്ടിലേക്ക്. കുറേ അന്വേഷിച്ചാൽ കിട്ടും, അന്വേഷിക്കുക കണ്ടെത്തുന്നല്ലേ, നമുക്കാണ്ട് പോവുക. എവിടേക്കാണ് ഈ രാമൻ പോയതെങ്കിൽ അവിടെ തന്നെ നമ്മളും, അല്ലാണ്ട് ഈ അയോധ്യയിൽ ഇനി ഇരുന്നിട്ട് എന്താണ് കാര്യം എന്നും പറഞ്ഞ് അവരന്വേഷിച്ച് പൗരന്മാരുടെ അനുഗമനമാണ് തുടർന്നുള്ള സർഗ്ഗത്തിൽ വർണ്ണിക്കുന്നത്. പൂർവൻ രാമസഭോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവനം ഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.